നമസ്കാരം. ഈ പ്രമേഹം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രമേഹം ഏറ്റവും പ്രധാനമായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസാണ്, അതിൻ്റെ ഉപദ്രവവ്യാധികൾ എന്ന് പറയാം. പ്രമേഹം കൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടും എന്നുള്ളതിനപ്പുറത്ത് പ്രമേഹം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞിരിക്കലാണ് പ്രമേഹത്തെ നേരിടുന്നതിൽ നാം കാണിക്കേണ്ട ജാഗ്രതയുടെ പ്രത്യേകതയുള്ളത്. പ്രമേഹം നീണ്ട കാലത്തേക്ക് നിലനിന്ന് കഴിഞ്ഞാൽ ഒത്തിരി പ്രമേഹവുമായി ബന്ധപ്പെട്ട ഒത്തിരി ഉപദ്രവവ്യാധികൾ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം, നീണ്ടു നിൽക്കുന്ന പ്രമേഹം കൊണ്ട് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഹൈപ്പർ ഗ്ലൈസീമിയ കൊണ്ട് ഞരമ്പുകൾക്കുണ്ടാകുന്ന നമ്മുടെ ഞരമ്പുകളുടെ സംവേദനക്ഷമതയ്ക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലം ഞരമ്പുകൾ നശിക്കുകയും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് നമ്മൾ പറയുന്നത്. ഡയബറ്റിക് ന്യൂറോപ്പതി പലതരത്തിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത് കൈകളെയും കാലുകളെയും ബാധിക്കുന്ന ഒരു സിമെട്രിക്കായിട്ട് രണ്ട് വശത്തെയും കൈകളെയും കാലുകളെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു ഡിസ്റ്റൽ സിമെട്രിക് ന്യൂറോപ്പതീസാണ്. നമുക്ക് ഈ ഒരു ഗ്ലൗസ് ആൻഡ് സ്റ്റോക്കിങ്സ് ഫീലിംഗ് എന്ന് പറയും. അതായത് കയ്യിൽ ഗ്ലൗസ് ഇട്ടിരിക്കുന്ന പോലെയും കാലിൽ സോക്സ് ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുക. അത് നമുക്ക് കാലുകൾക്കും കൈകൾക്കുമൊക്കെ സ്പർശനശേഷിയിൽ കുറവുണ്ടാവുക. കൈകളിലും കാലുകളിലുമൊക്കെ പുകച്ചിൽ, തരിപ്പ്, അതുപോലെ പിൻസ് ആൻഡ് നീഡിൽസ് എന്ന് പറയും, അതായത് സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള വേദനകൾ ഉണ്ടാവുക. ചിലപ്പോൾ ഭയങ്കര പുകച്ചിൽ ആയിരിക്കും ഉണ്ടാവുക. കരപാതദാഹം എന്ന് പറയും. പ്രത്യേകിച്ച് രാത്രിയിലായിരിക്കും ഇത് കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കത്തെയും ഒക്കെ ഇത് ഭയങ്കരമായി ബാധിക്കാറുണ്ട്. ഇങ്ങനെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൽ സിമെട്രിക് ന്യൂറോപ്പതീസ് എന്ന് പറയും, ഡയബറ്റിക് ന്യൂറോപ്പതീസ് എന്ന് പറയും, പെരിഫറൽ ന്യൂറോപ്പതീസ് എന്ന് പറയും, DSPN എന്ന് പറയാം. ഈ ഡിസ്റ്റൽ സിമെട്രിക് ആയിട്ടുള്ള പെരിഫറൽ ന്യൂറോപ്പതി കൂടാതെ സാധാരണഗതിയിൽ ഈ പെരിഫറൽ നെർവ്സിനെ അല്ലാതെ പല ഞരമ്പുകളെയും ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെ ബാധിക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ലോക്കലായിട്ട് ഏതെങ്കിലും ഒരു റീജിയനെ മാത്രം ബാധിക്കുന്നത്, ഇപ്പോൾ അൾനാർ കാർപ്പൽ ടണൽ സിൻഡ്രോം പോലെ അല്ലെങ്കിൽ അൾനാർ ന്യൂറോപ്പതി പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതിനെ ഫോക്കൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയാം. ഓട്ടോണമസ് നെർവ്സിനെ ബാധിക്കുക, അപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ ബാധിക്കാറുണ്ട്, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സൈലൻ്റ് അറ്റാക്സ് പോലെയുള്ള വിഷയങ്ങളാണ് ഉണ്ടാവുക. അത് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെ ബാധിക്കുമ്പോഴുണ്ടാകുന്നത് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ക്രോണിക് ഡയറിയ പോലെയുള്ള കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക. അത് ഈ ജനൈറ്റോ യൂറിനറി സിസ്റ്റത്തെ ബാധിക്കുമ്പോഴത്തേക്കും പെർഫോമൻസ് ആങ്സൈറ്റി അടക്കമുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഏത് സിസ്റ്റത്തിലെയും ഇത് ബാധിക്കാറുണ്ട്. പക്ഷെ പൊതുവെ സെൻസറിയും മോട്ടോറുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തൊട്ടാലും ഒക്കെ അറിയുന്നതും അതുപോലെ ഞരമ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്ന തരത്തിലാണ് ഇത് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൽ സിമെട്രിക് ആയിട്ടുള്ള ന്യൂറോപ്പതീസുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അറിയാം. അത് കാലിലൊക്കെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന് തരിപ്പും പെരുപ്പും പുകച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിനപ്പുറത്തേക്ക് സ്പർശനശേഷി കുറയുന്നതുകൊണ്ട് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടായിത്തീരും. നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാലെടുത്ത് വെക്കുന്നു എന്ന് നമുക്ക് നന്നായി അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ച് നടക്കാനായി ബുദ്ധിമുട്ടുണ്ടായിത്തീരും. അതേപോലെ ഈ സ്പർശനശേഷി കുറവ് കൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. അതുകൊണ്ട് വീഴ്ചയൊക്കെ വളരെ സാധാരണയായി തീരും. ഇതുപോലെ കാലിലും കയ്യിലുമൊക്കെ എന്തെങ്കിലും ഒന്ന് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡയബറ്റിക് വൂൺസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് വരും. ഇത് ചിലപ്പം കാല് മുറിച്ച് കളയേണ്ട അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ മുറിച്ച് കളയുന്ന കണ്ടീഷൻസിലേക്ക് വരെ പലപ്പോഴും പോകാറുണ്ട്. അപ്പം ഇത്തരം സ്പർശനശേഷി കുറവും ഒക്കെ തന്നെ നമ്മളെ ഭയങ്കരമായി ബാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന പ്രമേഹം, അത് നേരായ രീതിയിൽ പ്രമേഹത്തെ നിയന്ത്രിക്കാതിരിക്കലൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി മാറുമോ ഇല്ലയോ എന്ന്. ഡയബറ്റിക് ന്യൂറോപ്പതി ഒരു പ്രോഗ്രസീവ് കണ്ടീഷനാണ്. അത് പലപ്പോഴും പ്രമേഹത്തിന് അനുസരിച്ചും പ്രായത്തിനനുസരിച്ചും അത് കൂടിക്കൂടി വരാവുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷേ കൃത്യമായ ഇടപെടലുകൾ നമുക്ക് ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങളെ
ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിനും കുറച്ചെടുക്കുന്നതിനുമൊക്കെ സഹായിക്കും. വളരെ നേരത്തെ ഇടപെടുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ചെയ്യാനുള്ള കാര്യം. പ്രമേഹത്തെ കൺട്രോളിലാക്കിയിരിക്കുക എന്നുള്ളത് തീർച്ചയായും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചികിത്സ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡയബറ്റിക് ന്യൂറോപ്പതി പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ, അതോ ഡയബറ്റിക് ന്യൂറോപ്പതിയെ മാറ്റാനുള്ള ചികിത്സയുണ്ടോ? തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയെ നമുക്ക് വളരെ കൃത്യമായി ചികിത്സിക്കാൻ സാധിക്കും. ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങളെ ഒരു നല്ല ശതമാനം ഒഴിവാക്കുന്നത് മാത്രമല്ല, ഡയബറ്റിക് ന്യൂറോപ്പതി തടയുന്നതിനും അതിൻ്റെ പ്രോഗ്രഷൻ തടയുന്നതിനും അതിൻ്റെ ലക്ഷണങ്ങളെ പരമാവധി കുറച്ചെടുക്കുന്നതിനും ആയുർവേദ ചികിത്സ പ്രയോജനപ്രദമാണ്. മരുന്ന് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പ്രയോഗിക്കപ്പെടുന്ന വിവിധ തരം ആയുർവേദ ചികിത്സകൾ, പഞ്ചകർമ്മ ചികിത്സകൾ ഇതിന് വളരെ ഫലപ്രദമാണ്. ധാരകളാണ് ഇതിനകത്ത് ഏറ്റവും പ്രയോജനമായിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ, ദോഷത്തിൻ്റെ പ്രത്യേകതകൾ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വിവിധ തരങ്ങളായിട്ടുള്ള ധാന്യാമളം പോലെയുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ വിവിധ തരങ്ങളായിട്ടുള്ള തൈലങ്ങൾ, പിണ്ണതൈലം പോലെയുള്ള പിണ്ണതൈലവും ചിഞ്ചാതിയും പോലെയുള്ള തൈലങ്ങൾ, അല്ലെങ്കിൽ മഹാനാരായണം പോലെയുള്ള തൈലങ്ങൾ, അത് കണ്ടീഷൻസിനനുസരിച്ച് ഉപയോഗിക്കുന്ന തൈലങ്ങൾ കൊണ്ടുള്ള ധാരകൾ, ഇവ കൂടാതെ വസ്തിപ്രയോഗങ്ങൾ എന്നിവ ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. കൃത്യമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും അതിൻ്റെ ഭാവിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനും നമുക്ക് സാധ്യമാകും. ഡയബറ്റിക് ന്യൂറോപ്പതി ഒരു കോംപ്ലിക്കേഷനാണ് പ്രമേഹത്തിൻ്റെ. അതുകൊണ്ട് പ്രമേഹം എന്നതിനെ കൃത്യമായി കൺട്രോളിൽ വരുത്തി അതിൻ്റെ പ്രമേഹത്തിന് വേണ്ടുന്ന ചികിത്സ കൃത്യമായി ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് തീർച്ചയായും ആവശ്യമാണ്. പ്രമേഹത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഒരു ലോങ് ടൈം ആയിട്ട് ഹൈപ്പർഗ്ലൈസീമിക് ആയെങ്കിൽ മാത്രമാണ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ടുണ്ടാവുക. ഹൈപ്പർഗ്ലൈസീമിയ മാത്രമല്ല, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടിയിരിക്കൽ മാത്രമല്ല, അതിനകത്തുണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഞരമ്പുകളിലൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ചെറു രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി ആദ്യമേ തന്നെ കൃത്യമായി ആയുർവേദത്തിലൂടെ നമ്മൾക്ക് നേരിടാൻ സാധിച്ചാൽ ഈ പ്രമേഹജന്യമായിട്ടുണ്ടാകുന്ന ഈ കോംപ്ലിക്കേഷൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ശ്രീരുദ്രയിൽ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് നല്ല ചികിത്സ ലഭ്യമാണ്.